ദൈവനാമത്തെ ഇന്ന് പകലിൽ എത്ര പേര് സന്തോഷമായിരിക്കുന്നു? അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 92:13-14 വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. ദൈവത്തോട് അടുത്തു നിൽക്കാനും ആരാധനയിലും അനുസരണത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അവന്റെ അഭിവൃദ്ധിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാനും ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. തൻ്റെ ജനം തന്നോടുള്ള വിശ്വാസത്തിൽ സകലത്തിലും അഭിവൃദ്ധി പ്രാപിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹത്തെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ആമേൻ. ഫലപുഷ്ടമായ മണ്ണിൽ ഒരു വൃക്ഷം പോലെ ദൈവ സാന്നിധ്യത്തിൽ വേരൂന്നിയവർ തഴയ്ക്കണമെന്ന സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. പുരാതന ഇസ്രായേലിൽ ദൈവാലയം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു. അതിനാൽ അതിൽ നടുക എന്ന് പറഞ്ഞാൽ ആരാധനയുടെയും ദൈവത്തോടുള്ള വിശ്വസ്തതയുടെയും ജീവിതം നയിക്കുക എന്നാണ് അർത്ഥം. ഇതിൽ പ്രാകാരത്തിൽ തഴയ്ക്കുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രാകാരം എന്ന് പറഞ്ഞാൽ ആരാധനാലയം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാസസ്ഥലത്തെ സൂചിപ്പിക്കുന്നു. അവിടെ വിശ്വാസികൾ പരിപോഷിക്കപ്പെടുന്നു. ആമേൻ. അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു. അതെ, ദൈവം ഇതിലെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുമെന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് അല്ലെങ്കിൽ റൂട്ടഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. അതെ, ക്രിസ്തുവേശുവിൽ വേരൂന്നിയ ദൈവവൈതലാണോ, നിങ്ങൾ ഒരു മേഖലകളിന്മേലും ഉണങ്ങിപ്പോകത്തില്ല. നിങ്ങൾ തഴച്ചിരിക്കും. നിശ്ചയമായിട്ട് നിങ്ങൾ തഴച്ചിരിക്കും. അതെ, ക്രിസ്തുവേശുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് അതിനെ അർത്ഥമാക്കുന്നത്? ക്രിസ്തുവേശുവിൽ വേര് ഊന്നുക, ആഴത്തിലേക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥന അത്രയും ആഴത്തിലായിരിക്കണം. നിങ്ങളുടെ വചനധ്യാനം അത്രയും ആഴത്തിലായിരിക്കണം. നിങ്ങളുടെ ആരാധന അതെല്ലാം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിൽ അതെല്ലാം ആഴത്തിലായിരിക്കണം. സ്തോത്രം. അതെ, ഇന്ന് പകലിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ വചനധ്യാനം, നിങ്ങളുടെ ആരാധന സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് പകലിൽ അത് ആഴത്തിലാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ യേശു ക്രിസ്തുവിൽ തഴച്ചിരിക്കും. നിങ്ങളുടെ ആത്മീയ ജീവിതം മാത്രമല്ല, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്മേലും നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ തഴച്ചിരിക്കും നിശ്ചയമായിട്ടും. സ്തോത്രം. ഇന്ന് പകലിൽ ഏതെങ്കിലും മേഖലകളിൽ ഉണങ്ങിയിരിക്കുകയാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ദൈവവൈതലെ, ഒരു സമൃദ്ധിയില്ല, ഒരു ദൈവപ്രവൃത്തി ഞാൻ കാണുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ദൈവവൈതലെ, നിങ്ങളോടുള്ള ദൂത ഇന്ന് ഈ പകലിൽ നിങ്ങൾ തഴയ്ക്കുവാൻ പോകുന്നു. സ്തോത്രം. അത് നിങ്ങളുടെ ഏജ് ലിമിറ്റോ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി നോക്കണ്ട. കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതെ, ടൈം ലിമിറ്റോ ഏജ് ലിമിറ്റോ ഒന്നുമില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. സ്തോത്രം. കർത്താവിന്റെ വചനം എന്ത് പറയുന്നു അത് ഊവന്ന, അത് ആമയും പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചു ഇരിക്കുമെന്ന കർത്താവിന്റെ വചനത്തിലുള്ളത്. സ്തോത്രം. നിങ്ങളെ ഒതുക്കുന്ന മേഖലകളെ, നിങ്ങളെ പച്ച പിടിപ്പിക്കത്തില്ല എന്ന് പറയുന്ന മേഖലകളെ, നിങ്ങളെ പുഷ്ടി വെക്കത്തില്ല എന്ന് പറയുന്ന പിശാചിന്റെ തന്ത്രത്തെ നോക്കി നിങ്ങൾ ആത്മാവിലൊന്ന് പ്രവചിച്ചാട്ടെ. സ്തോത്രം. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ പുഷ്ടി പ്രാപിക്കുവാൻ പോകുന്നു, ഞാൻ പച്ച പിടിക്കുവാൻ പോകുന്നു, ഞാൻ തഴയ്ക്കുവാൻ പോകുന്നു. അതുകൊണ്ട് സ്തോത്രം, നിങ്ങളുടെ വേര് ആഴത്തിലേക്കാ നീക്കണം ഇന്ന് പകലിൽ. സ്തോത്രം. ക്രിസ്തുവേശുവിൽ വേരൂന്നണം. അതെ, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം വർദ്ധിപ്പിച്ചാട്ടെ, നിങ്ങളുടെ വചനധ്യാനം വർദ്ധിപ്പിച്ചാട്ടെ, നിങ്ങളുടെ ആരാധന വർദ്ധിപ്പിച്ചാട്ടെ. സ്തോത്രം. ആ മേഖലകളിന്മേലും യേശു ക്രിസ്തുവിന്റെ ഒരു തഴപ്പ് വരുവാൻ പോകുന്നു. അതെ, സ്തോത്രം. ഹല്ലേലൂയ, തഴയ്ക്കുവാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ തഴയ്ക്കുവാൻ പോകുന്നു. നിങ്ങളുടെ വചനധ്യാനത്തിൽ നിങ്ങൾ തഴയ്ക്കുവാൻ പോകുന്നു. നിങ്ങൾ ആരാധനയിൽ തഴയ്ക്കുവാൻ പോകുന്നു. ഈ നാളുകളിൽ മേൽ നിങ്ങളുടെ ആരാധനയെ മുരടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വചനധ്യാനത്തെ പിശാച് മുരടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരാധനയെ പിശാച് മുരടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അതിനെ തഴപ്പിക്കുവാൻ പോകുന്നു. അതിൽ നിങ്ങൾ പുഷ്ടി പ്രാപിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ നോക്കി ദൈവത്തിന്റെ ആത്മാവിന്റെ പകലിൽ സംസാരിക്കുന്നു. നിങ്ങൾ ആ മേഖലകളിലും ക്രിസ്തുവേശുവിൽ പച്ചപിടിക്കുവാൻ പോകുന്നു, പുഷ്ടി പ്രാപിക്കുവാൻ പോകുന്നു. നിങ്ങൾ ആ മേഖലകളിൽ മേൽ തഴയ്ക്കുവാൻ പോകുന്നു. സ്തോത്രം.
കർത്താവ് ഇന്ന് പകലിൽ ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഭവനത്തെ നോക്കിയൊന്ന് പറഞ്ഞാട്ടെ, ഞാനും എൻ്റെ കുടുംബവും പുഷ്ടി പ്രാപിക്കും, ഞാനും എൻ്റെ തലമുറകളും പുഷ്ടി പ്രാപിക്കും, ഞാനും എൻ്റെ തുണയും പുഷ്ടി പ്രാപിക്കും. ആമേൻ, സ്തോത്രം. നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളെ നോക്കിയൊന്ന് ആത്മാവിൽ കണ്ടൊന്ന് പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ കുടുംബമായി പച്ചപിടിക്കുവാൻ പോകുന്നു, ഞങ്ങൾ കുടുംബമായി പുഷ്ടി പ്രാപിക്കുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ വിടുതലിന്റെ ദൈവമാണ്, അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ പലരുടെയും സാഹചര്യങ്ങളെ ദൈവം മാറ്റിമറിക്കുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയപ്പ. നീ പകലിൽ ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവടീനെ തന്നിട്ടുള്ള ദൈവിക അധികാരത്തിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പുഷ്ടി പ്രാപിക്കത്തില്ല, പച്ച പിടിക്കത്തില്ല, തഴയ്ക്കത്തില്ല എന്ന് പറഞ്ഞ പിശാചിന്റെ തന്ത്രത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മക്കണ്ണിൽ ഞങ്ങൾ കർത്താവിന്റെ മുഖത്തെ നോക്കി ആ ദൈവശക്തിയോടെ ആത്മാവിൽ പ്രവചിക്കുന്നു. ആമേൻ, സ്തോത്രം. അവന്റെ തന്ത്രങ്ങളെ ദൈവം ഇന്ന് പകലിൽ ക്യാൻസൽ ചെയ്തിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾ ആത്മാവിൽ കണ്ട് കർത്താവിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. കർത്താവിൽ ഞങ്ങൾ പുഷ്ടി പ്രാപിക്കും, കർത്താവിൽ ഞങ്ങൾ പച്ച പിടിക്കും, കർത്താവിൽ ഞങ്ങൾ തഴയ്ക്കും. പിശാചിന്റെ തന്ത്രങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ഭവിക്കത്തില്ല. ഞങ്ങളെ ഒതുക്കുവാൻ നോക്കിയ മേഖലകളിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു തഴപ്പ് വെളിപ്പെട്ടതിനിട്ട് നന്ദിയപ്പ. ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ സിദ്ധിച്ചതിനിട്ട് നന്ദിയപ്പ. കർത്താവേ, സ്വർഗം തുറന്നങ്ങ് പ്രാർത്ഥനയിട്ട് നന്ദി. സകല മാനവും മഹത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവിതം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.